ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസാക്ഷൻ റിക്കവറി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ്റെ ആറ്റോമിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മിറ്റ് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റുകളെല്ലാം റിഫ്ലക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ അബോർട്ട് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും അത് മൂലം ഉണ്ടായ മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല അത് ആക്സസ് ചെയ്ത ഒബ്ജക്ട്സിൽ. അപ്പോൾ ഈ പ്രോപ്പർട്ടീനെ രണ്ട് ആസ്പെക്ട്സിൻ്റെ ഫോമിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഡ്യൂറബിലിറ്റിയും ഫെയിലുവർ ആറ്റോമിസിറ്റിയുടെ രൂപത്തിൽ. അപ്പോൾ ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പം ഇവിടെ ഒബ്ജക്ട്സിനെ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജിൽ സേവ് ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല അതായത് ഈ ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പം ഈ ഒബ്ജക്ട്സിനെയൊക്കെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിഫിനിറ്റ് ആയിട്ട് അവൈലബിൾ ആകുകയും വേണം. അപ്പോൾ ഈ ക്ലയൻറ്റ് റിക്വസ്റ്റിനെ കമ്മിറ്റ് ചെയ്തു, അതിൻ്റെ അക്നോളജ്മെൻറ്റ് എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? അതായത് ആ ട്രാൻസാക്ഷൻ മൂലം ഉണ്ടായ എല്ലാ എഫക്റ്റുകളും പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സെർവേഴ്സിൻ്റെ വോൾട്ടൈൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെയിലുവർ ആറ്റോമിസിറ്റി ഇതിനെന്താണ്? ഇതിന് ഇവിടെ എന്ന് പറയുമ്പം ട്രാൻസാക്ഷൻസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആറ്റോമിക് ആണ്, സെർവർ ക്രാഷ് ചെയ്താലും. അപ്പം ഇവിടെ റിക്കവറി എന്ന് പറയുമ്പം ഇത് കൺസേൺ ചെയ്യുന്നത് സെർവേഴ്സിൻ്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിരിക്കണം. അതാണ് ഈ റിക്കവറി എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസാണ് ഈ ഫെയിലുവർ ആറ്റോമിസിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതും. അടുത്തതായി നമുക്ക് റിക്കവറി മാനേജറിനെ പരിചയപ്പെടാം. ഈ റിക്കവറി മാനേജറിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റ് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്ട്സ് അതിൻ്റെ ഡീറ്റെയിൽസ് പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജിൽ അല്ലെങ്കിൽ റിക്കവറി ഫയലിൽ സേവ് ചെയ്ത് വെക്കുക എന്നതാണ്. അപ്പോൾ ഈ ക്രാഷ് ചെയ്താൽ പോലും സെർവേഴ്സ് ഒബ്ജക്ട്സിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ ഈ റിക്കവറി ഫയലിനെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റണം. റിക്കവറിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് സ്പേസ് റിക്ലെയിം ചെയ്യാനും പറ്റണം. മീഡിയ ഫെയിലുവേഴ്സ് ഇതെന്ന് പറയുമ്പോൾ എന്താണ്? റിക്കവറി ഫയലിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസ്ക് ഫെയിലുവേഴ്സ് നമുക്ക് മീഡിയ ഫെയിലുവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു റിക്കവറി ഫയലിൻ്റെ മറ്റൊരു കോപ്പി ആവശ്യപ്പെട്ട് വരുമല്ലേ, അവിടെ ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക്. അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റേബിൾ സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു മിറർ ഡിസ്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്കവറി ഇൻറ്റൻഷൻ ലിസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഓരോ സെർവേഴ്സും ഒരു ഇൻറ്റൻഷൻ ലിസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കറൻ്റ്ലി ആക്റ്റീവായ ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ ഈ ഇൻറ്റൻഷൻ ലിസ്റ്റിൻ്റെ അകത്ത് കുറേ ലിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് റെഫറൻസുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒബ്ജക്ട്സിൻ്റെ വാല്യൂസൊക്കെ ഒരു ട്രാൻസാക്ഷൻസ് മൂലം ഇവിടെ ആൾട്ടർ ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇൻറ്റൻഷൻ ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഏതൊക്കെ ഒബ്ജക്റ്റുകൾ അഫക്റ്റ് ചെയ്യുന്നതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിൻ്റെ കമ്മിറ്റഡ് വേർഷൻ ഉണ്ടല്ലോ, അത് ടെൻറ്റേറ്റീവ് വേർഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് സെർവർ റിക്കവറി ഫയലിൽ അത് പുതിയ വാല്യൂ എഴുതുന്നു. അപ്പോൾ ഈ 2PC ആണെങ്കിൽ ഒരു പാർട്ടിസിപ്പൻ്റ് കമ്മിറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുമ്പോൾ റിക്കവറി മാനേജർ അതിൻ്റെ ഇൻറ്റൻഷൻ ലിസ്റ്റിൽ ഇതിന് റെക്കോർഡ് ചെയ്യുന്നു. അതിൻ്റെ ഇൻറ്റൻഷൻ ലിസ്റ്റും ഒബ്ജക്ട്സും റെക്കോർഡ് ചെയ്യുന്നു റിക്കവറി ഫയലിലുള്ള. അപ്പം എന്താണ്, ഇപ്പം ഇടയ്ക്ക് വെച്ച് ക്രാഷ് ആയാലും ഇതിന് പിന്നെ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ആ ക്ലയൻറ്റിനോട് ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കുക. അപ്പം ആ പാർട്ടിസിപ്പേറ്റിംഗ് സെർവേഴ്സിൻ്റെ എല്ലാം റിക്കവറി ഫയൽസ് ഉണ്ടല്ലോ, അത് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തു എന്ന് കാണിക്കണം. അത് ട്രാൻസാക്ഷൻ ക്രാഷ് ചെയ്താലും ബിറ്റ്വീൻ പ്രിപ്പയർ ടു കമ്മിറ്റ് ആൻഡ് കമ്മിറ്റ്. ടൈപ്സ് ഓഫ് എൻട്രി ഇൻ എ റിക്കവറി ഫയൽ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. 3 ടൈപ്പ് ഓഫ് എൻട്രി ഉണ്ട്: ഒബ്ജക്റ്റ്, ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ്, ഇൻറ്റൻഷൻ ലിസ്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ വാല്യൂ, ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ ആണ്. അപ്പം
ഈ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് അതുപോലെ മറ്റ് സ്റ്റാറ്റസ് വാല്യൂസ് ഈ 2-phase കമ്മിറ്റ് പ്രോട്ടോക്കോളിലൊക്കെ യൂസ് ചെയ്യുന്ന അതൊക്കെയാണ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസിൽ വരുന്നത്. ഇൻറ്റൻഷൻ ലിസ്റ്റ് ഇതെന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ കുറേ സീക്വൻസ് ഓഫ് ഇൻറ്റൻഷൻസ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഒരു ഒബ്ജക്റ്റ് ഐ ഡിയും ഒരു പി ഐയും ഉണ്ട്. പി ഐ എന്ന് പറയുന്നത് റിക്കവറി ഫയലിൽ എൻ്റെ ഒരു പൊസിഷനാണ് ഓഫ് ദ വാല്യൂ ഓഫ് ഒബ്ജക്റ്റ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അല്ലെങ്കിൽ ടേമാണ് ലോഗിങ്. അപ്പോൾ ഈ ലോഗിങ് ടെക്നിക്കിൽ ഒരു റിക്കവറി ഫയലുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ലോഗിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ലോഗിൻ്റെ അകത്ത് എല്ലാ ട്രാൻസാക്ഷൻസും ഒരു സെർവർ പെർഫോം ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴോ അതായത് ഒബ്ജക്റ്റിൻ്റെ വാല്യൂസ്, ട്രാൻസാക്ഷൻ സ്റ്റാറ്റസിൻ്റെ എൻട്രീസ്, ട്രാൻസാക്ഷൻസിൻ്റെ ഇൻറ്റൻഷൻ ലിസ്റ്റ് ഇവയെല്ലാം ഉണ്ട്. മാത്രമല്ല ഈ ലോഗിലുള്ള ഓരോ എൻട്രീസിൻ്റെ ഓർഡർ അതെന്തോ കാണിക്കുന്നത്, എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻസ് എപ്പോഴൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അബോർട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഈ ഓർഡർ നോക്കി അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ റിക്കവറി ഫയലിൻ്റെ അകത്ത് ഒരു റീസെൻ്റ് ആയിട്ടുള്ള സ്നാപ്ഷോട്ട് ഉണ്ട്. ഓരോ ഒബ്ജക്റ്റിൻ്റെ ഓരോ വാല്യൂസിൻ്റെയും സെർവറിലുള്ള ഓരോ ഒബ്ജക്റ്റിൻ്റെയും വാല്യൂസിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള സ്നാപ്ഷോട്ട് ഈ റിക്കവറി ഫയലിലുണ്ട്. അപ്പോൾ ഒരു സെർവറിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ റിക്കവറി മാനേജറിനെ കോൾ ചെയ്യുന്നു. എപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കമ്മിറ്റ്സ് അല്ലെങ്കിൽ അബോർട്ട് ചെയ്യാൻ വേണ്ടി ട്രാൻസാക്ഷൻ പ്രിപ്പയർ ചെയ്യത്തില്ലേ, അപ്പോൾ ഒരു റിക്കവറി മാനേജറിനെ കോൾ ചെയ്യും. ഇനി ഒരു സെർവർ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം റിക്കവറി മാനേജർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇൻറ്റൻഷൻ ലിസ്റ്റിലേക്ക് അത് ഉപയോഗിക്കുന്ന എല്ലാ ഒബ്ജക്ട്സിനെയും അപ്പൻഡ് ചെയ്യുന്നു ഇത് റിക്കവറി ഫയലിലേക്ക്. അപ്പോൾ ഇതിനകത്ത് ആ ട്രാൻസാക്ഷൻസിൻ്റെ കറണ്ട് സ്റ്റാറ്റസും ഉണ്ടായിരിക്കും, ഇൻറ്റൻഷൻ ലിസ്റ്റും ഉണ്ടായിരിക്കും. ഇപ്പോൾ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അബോർട്ട് ചെയ്യപ്പെടുമ്പോൾ റിക്കവറി മാനേജർ എന്ത് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാറ്റസും കൂടെ റിക്കവറി ഫയലിൽ അപ്പൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ അപ്പൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആറ്റോമിക് ആണ്. ഇതെന്ത് ചെയ്യുന്നു, ഒന്ന് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എൻട്രീസ് ആണ് റിക്കവറി ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു സെർവർ ഫെയിൽ ആകുകയാണെങ്കിൽ ലാസ്റ്റ് എഴുതിയ കാര്യമില്ലേ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്ക് ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരുപാട് സബ്സിക്വൻ്റ് ആയിട്ടുള്ള റൈറ്റ്സ് നമുക്ക് ബഫർ ചെയ്യാം. എന്നിട്ട് ഒരു സിംഗിൾ റൈറ്റിൻ്റെ രൂപത്തിൽ ഡിസ്കിലേക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ്, ഈ ലോഗിൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡിസ്കിലേക്കുള്ള സീക്വൻഷ്യൽ റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെന്ന് പറയുന്നത് റാൻഡമായിട്ട് ലൊക്കേഷനിൽ റൈറ്റ് ചെയ്തതിനേക്കാളും ഫാസ്റ്ററായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഷിങ് നടക്കുകയാണെങ്കിൽ ഈ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ ഇല്ലേ കമ്മിറ്റ് ചെയ്യാത്ത സ്റ്റാറ്റസ് ഉള്ള ട്രാൻസാക്ഷൻസ്, അപ്പോൾ ലോഗിലുള്ള ഇങ്ങനെ കമ്മിറ്റ് ചെയ്യാത്ത സ്റ്റാറ്റസ് ഉള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ അപ്പം ക്രാഷ് ആകുമ്പോൾ അബോർട്ട് ചെയ്യപ്പെടാം. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ഈ ലോഗിൻ്റെ അകത്ത് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും അതുപോലെ ബഫേർഡ് എൻട്രീസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഈ ലോഗിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ റിക്കവറി മാനേജർ ഓരോ ഒബ്ജക്റ്റുമായിട്ട് ഒരു യുണീക്ക് ഐഡൻറ്റിഫയറിനെ അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് ഈ ഒബ്ജക്റ്റിൻ്റെ സക്സസീവ് വേർഷൻസ് ഉണ്ടല്ലോ, റിക്കവറി ഫയലിലുള്ള ഒബ്ജക്റ്റിൻ്റെ സക്സസീവ് ആയിട്ടുള്ള വേർഷൻസിനെ സെർവേഴ്സ് ഒബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഈ കോർബ പെർസിസ്റ്റന്റ് റിഫറൻസ് ഉണ്ട്, അവിടെ ഈ ഒരു ഡ്യൂറബിൾ ഫോം ഓഫ് റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഐഡൻറ്റിഫയർ ആയിട്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും. അപ്പോൾ ഈ ഫിഗറിൽ ബാങ്ക് സർവീസിന് ഉപയോഗിച്ച ട്രാൻസാക്ഷൻസ് ആയ TMUവും ഇതിൻ്റെ ലോഗ് മെക്കാനിസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോഗുകളൊക്കെ റീസെൻ്റ്ലി റീഓർഗനൈസ് ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡബിൾ ലൈൻ കണ്ട അതെന്ന് പറയുന്നത്
ഈ ടിയും യുവും ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എ ബി സി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ സ്നാപ്ഷോട്ട് വാല്യൂസ് ആണ് ആ ഡബിൾ ലൈൻ്റെ ലെഫ്റ്റിലായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എ ബി സി എന്നൊക്കെ പറയുന്നത് യുണീക്ക് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ടി അത് കമ്മിറ്റ് ചെയ്തു, ട്രാൻസാക്ഷൻ യു അത് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ടി കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ആ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് ആയിട്ടുള്ള എയുടെ വാല്യൂ അതുപോലെ ബിയുടെ വാല്യൂ ഇതെന്ന് പറയുന്നത് ലോഗിലുള്ള P1ഉം P2ഉം പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അതുപോലെ ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ്റെ പ്രിപ്പയർഡ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അതിന് ഈ ഇൻറ്റൻഷൻ ലിസ്റ്റ് ആയിട്ടുള്ള എ P1 ബി P2 അപ്പോൾ അതിനെയും കൂടി റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ടി കമ്മിറ്റ് ചെയ്യുമ്പം കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ്റെ സ്റ്റാറ്റസ് എൻട്രി ഇതെന്ന് പറയുന്നത് P4 എന്ന പൊസിഷനിലാണ് എഴുതുന്നത്. ഇനി ട്രാൻസാക്ഷൻ യു അത് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം സീഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വാല്യൂ അതുപോലെ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വാല്യൂ ഇതെന്ന് പറയുന്നത് P5 P6 എന്ന പൊസിഷനിലാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ലോഗിലുള്ള. മാത്രമല്ല അതിൻ്റെ കൂടെയായിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എൻട്രി യുവിൻ്റെ പ്രിപ്പയർഡ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എൻട്രി ഇൻറ്റൻഷൻ ലിസ്റ്റുമായിട്ട് P5 B P6 എന്ന് പറഞ്ഞ ഇൻറ്റൻഷൻ ലിസ്റ്റുമായിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ എഴുതുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എൻട്രിക്കും ഒരു പോയിൻ്റർ ഉണ്ട്. ഒരു പെർട്ടിക്കുലർ റിക്കവറി ഫയലിൽ ഒരു പൊസിഷനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു പോയിൻ്റർ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റിക്കവറി മാനേജറിന് റിക്കവറി ഫയലിൽ എഴുതിയിരിക്കുന്ന ട്രാൻസാക്ഷൻ സ്റ്റാറ്റസുകളെ റിവേഴ്സ് ഓർഡറിൽ ഫോളോ ചെയ്യാനും അപ്പോൾ ഈ പോയിൻ്റർ ഉപയോഗിച്ച് പറ്റും. അപ്പോൾ ഈ ലാസ്റ്റ് പോയിൻ്റർ ഉണ്ടല്ലോ ഈ സീക്വൻസ് ഓഫ് ട്രാൻസാക്ഷൻ സ്റ്റാറ്റസിൽ ഇതെന്ന് പറയുന്നത് ചെക്ക് പോയിന്റിനാണ് പോയിന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് റിക്കവറി ഓഫ് ഒബ്ജക്ട്സ് വിത്ത് ലോഗിങ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സെർവർ ഇപ്പോൾ ഒരു ക്രാഷ് ആയി സെർവർ എന്നിട്ട് തന്നെ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ആ ഒബ്ജക്റ്റിൻ്റെ ഡിഫോൾട്ട് ഇൻഷ്യൽ ആയിട്ടുള്ള വാല്യൂസ് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ റിക്കവറി മാനേജറിന് കൊടുക്കുന്നു. റിക്കവറി മാനേജർ സെർവറിൻ്റെ ഒബ്ജക്റ്റിനെ റീസ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടാവും? ഇവിടെ കറക്റ്റ് ഓർഡറിൽ കമ്മിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് മൂലമുള്ള എഫക്റ്റുകൾ ഇതിനകത്ത് കാണിക്കും. അപ്പം ഇവിടെ ഇൻകംപ്ലീറ്റഡ് അല്ലെങ്കിൽ അബോർട്ടഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റുകളൊന്നും കാണിക്കുകയില്ല. ഇതെന്ന് പറയുന്നത് റിക്കവറി ഫയലിനെ ബാക്ക്വേർഡ് റീഡ് ചെയ്യുന്നു. പോയിന്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പോയിന്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ. എന്നിട്ട് കമ്മിറ്റഡ് ട്രാൻസാക്ഷൻസിൽ നിന്നും ആ ഓരോ ഒബ്ജക്ട്സിൻ്റെയും വാല്യൂസ് റീസ്റ്റോർ ചെയ്യുന്നു. ഇത് എല്ലാ ഒബ്ജക്ട്സും റീസ്റ്റോർ ചെയ്യുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ ഇപ്പം നമ്മൾ എൻഡിങ്ങിൽ തുടങ്ങുന്നെങ്കിൽ ഇത്രയും പണി മതി. പക്ഷേ നമ്മൾ ബിഗിനിങ്ങിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ റിക്കവർ ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ ആ റിക്കവറി ഫയൽ നോക്കുന്നതെങ്കിൽ പോയിന്റേഴ്സ് ഉപയോഗിച്ച് അവിടെ ഒരുപാട് ജോലി പിന്നെയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ എഫക്റ്റുകളൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി ട്രാൻസാക്ഷൻസിലുള്ള എഫക്റ്റുകളൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷൻ ലിസ്റ്റ് ഉപയോഗിക്കാം ഓരോ ഒബ്ജക്റ്റിൻ്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ റിക്കവറി പ്രൊസീജിയർ എന്ന് പറയുന്നത് ഐഡംപൊട്ടൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ഈസ് ലോഗിങ് റീഓർഗനൈസിങ് ദ റിക്കവറി ഫയൽ. അപ്പോൾ റിക്കവറി മാനേജറാണ് റിക്കവറി ഫയലിനെ റീഓർഗനൈസ് ചെയ്യുന്നതുമായി റെസ്പോൺസിബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റിക്കവറി ഫാസ്റ്റർ ആക്കാം, അതുപോലെ സ്പേസ് ഉപയോഗിക്കുന്നത് റെഡ്യൂസ് ചെയ്യാം. ചെക്ക് പോയിൻറ്റിങ് അതെന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു പുതിയ റിക്കവറി ഫയൽ എഴുതാനുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ ഈ ചെക്ക് പോയിൻറ്റിംഗ് എന്നൊക്കെ പറയുന്നത് റിക്കവർ ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഈ പുതിയൊരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഈ റിക്കവറി എപ്പോഴും ഒന്നും ഓഫണായിട്ട് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ പക്ഷേ ഈ ചെക്ക് പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ടൈം ടു ടൈം ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പം
ഓരോ സെർവറിലും ഒരു നോർമൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ ടൈം ടു ടൈം ചെയ്യേണ്ട കാര്യമാണ് ചെക്ക് പോയിന്റിംഗ് എന്ന് പറയുന്നത്. ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ റിക്കവറി ഫയലിലാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഈ കറണ്ട് റിക്കവറി ഫയലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചെക്ക് പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് വരെ. അപ്പോൾ ചെക്ക് പോയിന്റിൻ്റെ അകത്ത് ഒരു ആഡിങ് എ മാർക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഈ ചെക്ക് പോയിന്റ് ഒക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ ഫ്യൂച്ചർ റിക്കവറി ഫയൽസ് എന്തായി മാറുന്നു? റിക്കവറി ഫയലായിട്ട് മാറുന്നു. അപ്പോൾ ഈ റിക്കവറി സിസ്റ്റത്തിനൊക്കെ സ്പേസിൻ്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം ഓൾഡ് ആയിട്ടുള്ള റിക്കവറി ഫയൽ റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ റിക്കവറി മാനേജർ റിക്കവറി പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അത് റിക്കവറി ഫയലിൽ ചെക്ക് പോയിന്റ്സിനൊക്കെ എൻകൗണ്ടർ ചെയ്യാം. അപ്പോൾ ഇത് നടക്കുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ചെക്ക് പോയിന്റിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയൊക്കെ റീസ്റ്റോർ ചെയ്യുന്നു ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ട്രാൻസാക്ഷൻ റിക്കവറിയെ പറ്റിയിട്ട് കുറച്ച് ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.